US വിപണിയെ സംബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ S&P 500 വളരെ മികച്ച ഒരു സ്ട്രോങ് നോട്ടിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഡൗ ജോൺസിനെ സംബന്ധിച്ച് 0.12% ഒരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. നാസ്ഡാക്ക് നോക്കുകയാണെങ്കിൽ 0.12% ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി പ്രധാനമായിട്ടും US വിപണിയെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, അമേരിക്കൻ മാർക്കറ്റ് കഴിഞ്ഞ ആഴ്ച വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും റെക്കോർഡ് ഹൈ ലെവൽസിലായിരുന്നു ക്ലോസിംഗ് നടത്തിയത്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം 39,900 ആയിരിക്കും ആദ്യത്തെ ഒരു റെസിസ്റ്റൻസ്. അതിനെ തുടർന്ന് 40,200, അതിനെ തുടർന്ന് 40,500. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിലെ വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് നോക്കുമ്പോഴേക്കും ലാസ്റ്റ് 3 സെഷൻ നോക്കുമ്പോഴേക്കും ഒരു അല്പം സൈഡ് വേസ് ട്രെൻഡ് ആയിരുന്നു കാഴ്ചവെച്ചത്. സോ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഈ ആഴ്ച നമ്മൾ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 18,400 റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 18,500 ആൻഡ് ഫൈനലി അതും ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് 18,600 ലെവൽ വരെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. കമ്മ്യൂണിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡിന് ഡെറിവേറ്റീവ്സിൽ 0.44% മുന്നേറ്റത്തിൽ ബാരലിന് $87.35 എന്നുള്ള റേഞ്ചിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ക്രൂഡിനെ സംബന്ധിച്ച് മുന്നോട്ടേക്ക് നമ്മൾ ഇനി പ്രധാനമായിട്ടും ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ക്രൂഡിന്റെ അണ്ടർടോൺ കഴിഞ്ഞ ആഴ്ച പൂർണ്ണമായിട്ടും ഇറ്റ് വാസ് എക്സ്ട്രീംലി ബുള്ളിഷ് ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ക്ലോസ്ഡ് അറ്റ് അറൌണ്ട് 52-week high. സോ ക്രൂഡിന്റെ കേസിൽ ഇനി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് $83.50. അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ലെവലിൽ നിന്ന് നമുക്ക് $1.50 നേട്ടം കൂടെ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും. ഗോൾഡിലേക്ക് നോക്കുന്ന സമയത്തും ഇന്നിപ്പോൾ വളരെ ശക്തമായിട്ടുള്ള 1.16% ഒരു മുന്നേറ്റത്തിൽ ഔൺസിന് 2,258 എന്ന റേഞ്ചിലാണ് ഡെറിവേറ്റീവ്സിൽ മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് ഇനി നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സ്വർണം കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്ത റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിലായിരുന്നു. $2,234 വരെ എത്തിയിരുന്നു. സ്വർണത്തിന്റെ കേസിലെ വീക്ക്നെസ് അഗെയിൻ ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. അടുത്തൊരു മേജർ ടാർഗറ്റ് നമുക്ക് ഇനി ശ്രദ്ധിച്ചിരിക്കാവുന്ന $2,260, അതിനെ തുടർന്ന് $2,280. പൂർണ്ണമായിട്ട് ഷോർട്ട് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. ബട്ട് ഈ ഹൈ ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കുന്നത് അല്പം റിസ്കി ആയിരിക്കും. ആഭ്യന്തര വിപണിയിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,326 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു സെഷനിൽ 22,516 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിയെ സംബന്ധിച്ച് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഭൂരിഭാഗം ലാർജ് ക്യാപ് ഓഹരികൾക്ക് നല്ലൊരു നേട്ടത്തിൽ തന്നെ ക്ലോസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. പ്രത്യേകിച്ചും ഓട്ടോ സെക്ടറിൽ നിന്ന് ഹീറോ മോട്ടോകോപ്പ്, ഐഷർ മോട്ടോഴ്സ് മുതലായ സ്റ്റോക്സിനൊക്കെ തന്നെ ശക്തമായിട്ടുള്ള ഒരു നോട്ടിൽ തന്നെ വ്യാപാരം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഹെവി വെയ്റ്റ്സിൽ റിലയൻസിനെ സംബന്ധിച്ചും ഒപ്പം തന്നെ ബജാജ് ഓട്ടോ, ആക്സിസ് ബാങ്ക് എന്നീ ഓഹരികളൊക്കെ തന്നെ ഒരു ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എങ്കിൽ പോലും ആ ഒരു ഇടിവ് കാര്യമായിട്ട് വിപണിയെ സ്വാധീനിച്ചിരുന്നില്ല നമുക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50 ക്ലോസിംഗ് നടത്തിയ അഗൈൻ ഒരു റെക്കോർഡ് ഹൈ ലെവലിലായിരുന്നു. ആൻഡ് നിഫ്റ്റി 50യുടെ കേസിൽ 22,526 വിച്ച് ഇസ് ദി ഓൾ ടൈം ഹൈ ലെവൽ. ആ ഒരു ലെവലാണ് നമ്മൾ ഇന്ന് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആഴ്ച ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിന് പല കാരണങ്ങളുണ്ട്. നമ്മൾ കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ട HDFC ബാങ്ക്, അതുപോലെ തന്നെ കോട്ടക് ബാങ്ക്, ഹിന്ദുസ്ഥാൻ യൂണിലീവർ, ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഒത്തിരി റിക്കവറി, ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിരുന്നു. ആൻഡ് ഇതിന്റെ ഒപ്പം തന്നെ ഈ ആഴ്ചത്തെ ട്രേഡിംഗിലെ സോഫ്റ്റ്വെയർ സ്റ്റോക്സിലൊക്കെ തന്നെ സെല്ലിംഗ് പ്രഷർ ഇല്ലാതെ ഇന്ന് കഴിഞ്ഞാൽ തന്നെ നിഫ്റ്റി 50 തീർച്ചയായിട്ടും പുതിയൊരു ഓൾ ടൈം ഹൈ ലെവലിലോട്ട് എത്തും. നിഫ്റ്റി ബാങ്കിലേക്ക് നോക്കുന്ന സമയത്തും 47,124 എന്ന റേഞ്ചിൽ ഓൾമോസ്റ്റ് ഒരു 339 പോയിന്റിന്റെ നേട്ടത്തിലായിരുന്നു അവസാന നിമിഷം വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. ഇൻട്രാഡേ ഹൈയിലേക്ക് നോക്കുകയാണെങ്കിലും 47,440 എന്നൊരു ഇൻട്രാഡേ ഹൈ ടച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിഫ്റ്റി ബാങ്ക് സൂചികയ്ക്കും സാധിച്ചിട്ടുണ്ടായിരുന്നു. SBI ആണെങ്കിലും പഞ്ചാബ് നാഷണൽ ബാങ്ക് ആണെങ്കിലും ഒക്കെ തന്നെ വളരെ സ്ട്രോങ് നോട്ടിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ഒരു സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച്
സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിലും അണ്ടർടോൺ ബുള്ളിഷായി മാറിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്ക് അഗെയിൻ PSU ബാങ്കിങ് സ്റ്റോക്സ്, പർട്ടിക്കുലർലി സ്മോൾ PSU ബാങ്കിങ് സ്റ്റോക്സ് ലൈക്ക് ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, സെൻട്രൽ ബാങ്ക്, IOB, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് മുതലായ സ്റ്റോക്സിലേക്കായിരുന്നു ഏറ്റവും അധികം ബൈയിങ് ഇൻട്രസ്റ്റ്. ബട്ട് ഹെവി വെയ്റ്റ്സിലോട്ട് പോകുമ്പോഴേക്കും വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു ക്ലോസിംഗ് ഇസ് നാച്ചുറലി ഇൻ ദ കേസ് ഓഫ് കോട്ടക് ബാങ്ക്. കോട്ടക് ബാങ്ക് കഴിഞ്ഞ ഒത്തിരി മാസങ്ങളായിട്ട് മാർക്കറ്റിനെയും നിഫ്റ്റി ബാങ്കിന് ഇൻഡെക്സിനെ അണ്ടർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോക്ക് കോട്ടക് ബാങ്ക്. ആൻഡ് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്ക് 1820 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ കോട്ടക് ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. നമുക്ക് അതേസമയം HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്ക് 1465 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ഈ ആഴ്ച ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 100-150 റുപ്പീസിന് നേട്ടം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസ് എടുക്കുമ്പോഴേക്കും അഗെയിൻ സെയിം തിങ്, വളരെ സ്ട്രോങ് ആയിട്ടായിരുന്നു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്ലോസ് ചെയ്തത്. അടുത്ത മേജർ റെസിസ്റ്റൻസ് SBI ഫേസ് ചെയ്യാൻ പോകുന്നത് 760-ഉം അതിനെ തുടർന്ന് 780 രൂപയിലും. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 2023 സാമ്പത്തിക വർഷത്തിൽ ഏറ്റവും അധികം ഒരു ഔട്ട് പെർഫോമൻസ് ചെയ്ത ഒരു സൂചിക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും റിയൽറ്റി സെക്ടർ തന്നെയായിരുന്നു. ഏകദേശം ഓൾമോസ്റ്റ് ഒരു 130% ഒരു നേട്ടമായിരുന്നു കഴിഞ്ഞൊരു വർഷം കൊണ്ട് തന്നെ അതിനെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്ന. ഓഹരികളിലേക്ക് റിയൽറ്റി സൂചികയിലെ ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്തും ഓൾമോസ്റ്റ് എല്ലാ ഓഹരികൾക്കും ഒരു മൾട്ടി ബാഗർ റിട്ടേൺ നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ സാധിക്കും. പ്രത്യേകിച്ചും ശോഭയുടെ ഓഹരികളെ സംബന്ധിച്ച് 200%-ലധികം ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. DLFനെ സംബന്ധിച്ച് 150%-ലധികം ഒരു നേട്ടം തന്നെയാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞൊരു ആഴ്ചയിലെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും റിയൽറ്റി സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോയിരുന്നു. അല്ലെങ്കിൽ കഴിഞ്ഞൊരു സെഷനിൽ നോക്കുമ്പോഴും റിയൽറ്റി സെക്ടർ വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മുന്നോട്ടേക്ക് റിയൽറ്റി സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? നമുക്ക് റിയൽറ്റി സെക്ടറിൽ ഇപ്പോൾ ഏതെങ്കിലും ഓഹരികൾ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? റിയാലിറ്റി ഇൻഡെക്സ് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് മാസത്തിൽ ഓൾമോസ്റ്റ് പൂർണ്ണമായിട്ടും പർട്ടിക്കുലർലി ഫസ്റ്റ് ഹാഫിൽ നല്ലൊരു കറക്ഷൻ നേരിട്ടിരുന്നു. ബട്ട് ഒരു 15th മാർച്ചിന് ശേഷം തിരിച്ചൊരു നല്ല റിക്കവറി കണ്ടിട്ടുണ്ട്. റിയാലിറ്റി ഇൻഡെക്സിന്റെ കേസിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ അറൌണ്ട് 940 ഈ ഒരു റേഞ്ച് എത്തുമ്പോഴേക്കും റിയാലിറ്റി ഇൻഡെക്സ് റെസിസ്റ്റൻസ് ഫേസ് ചെയ്യും. DLF, ശോഭ, ഗോദ്രേജ് പ്രോപ്പർട്ടി, ഓബ്റോയ് റിയാലിറ്റി മുതലായ സ്റ്റോക്സിലൊക്കെ അണ്ടർടോൺ ബുള്ളിഷ് ആണെങ്കിൽ പോലും അറ്റ് ദിസ് ഹൈ ലെവൽ നമുക്ക് ലോ റിസ്കിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ഓട്ടോ സൂചികയുടെ കാര്യം കൂടി മെൻഷൻ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇന്നിപ്പോൾ ഓട്ടോ സൂചികയിൽ സംബന്ധിച്ച് അവരുടെ സെയിൽസ് ഡാറ്റകൾ വരാനിരിക്കുകയാണ്. ഒപ്പം തന്നെ കഴിഞ്ഞ വർഷം അതിന്റെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് വളരെ മികച്ച ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 2023 സാമ്പത്തിക വർഷത്തിൽ ലാർജ് ക്യാപ് മേഖലയിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളിൽ ഏറ്റവും അധികം ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുള്ള സ്റ്റോക്കുകളിലെ മുൻഗണന അല്ലെങ്കിൽ ആദ്യം വരുന്നത് തീർച്ചയായിട്ടും ഓട്ടോ സൂചികകൾ തന്നെയാണ്. പ്രത്യേകിച്ചും ബജാജ് ഓട്ടോ, ടാറ്റ മോട്ടോഴ്സ്, ഒപ്പം തന്നെ ടാറ്റ മോട്ടോഴ്സ് എന്നീ ഓഹരികൾ, ഹീറോ മോട്ടോകോപ്പ് എന്നീ ഓഹരികളൊക്കെ തന്നെ ഒരു ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ബജാജ് ഓട്ടോ കഴിഞ്ഞ ഒരു സെഷനിൽ 0.16% ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത്. എങ്കിൽ പോലും കഴിഞ്ഞൊരു വർഷത്തിൽ 135%-ലധികം കുതിക്കാൻ വേണ്ടിയിട്ട് ബജാജ് ഓട്ടോയ്ക്ക് സാധിച്ചിരുന്നു. ടാറ്റ മോട്ടോഴ്സും 135%-ഓളം റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഓട്ടോ സെക്ടറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ഓട്ടോ സെക്ടറിൽ ഈ ഒരു സ്റ്റോക്കുകളെ കുറിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? 28-ാം തീയതിയിലത്തെ ട്രേഡിംഗ് അവസാനിക്കുന്ന സമയത്ത് ഇറ്റ് അഗെയിൻ ക്ലോസ്ഡ് അറ്റ് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ. ആൻഡ് പ്രിയ സൂചിപ്പിച്ചതുപോലെ ബജാജ് ഓട്ടോ, ഹീറോ മോട്ടോ, മാരുതി മുതലായ ഏത് മേജർ ഓട്ടോ സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാലും വളരെ ശക്തമായിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു കാഴ്ചവെച്ചത്. അറ്റ് ദിസ് മൊമെന്റ് നമുക്ക് ഓട്ടോ സെഗ്മെന്റിൽ അൺഫോർച്ചുനേറ്റ്ലി അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആണെങ്കിൽ പോലും ലോ റിസ്ക് ആയിട്ട് നമുക്ക് പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് വളരെ ചുരുക്കമായിട്ട് കാണുന്നത്. ബട്ട് നമുക്ക് ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ഒരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി 1000 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കാം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു 30-40 റുപ്പീസിന്റെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. മറ്റൊരു സ്റ്റോക്ക് കാര്യമായിട്ട് അതിന്റെ ലോ ലെവലിൽ നിന്നും റിക്കവർ ചെയ്യാതെ പോയിരിക്കുന്നത് ഇറ്റ് ഇസ് TVS മോട്ടോ.
ഇത് എന്തുകൊണ്ട് എടുത്തു പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഹീറോ മോട്ടോർ ആൻഡ് ബജാജ് ഓട്ടോ രണ്ടും റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവലിന്റെ അടുത്തായിരുന്നു ക്ലോസ് ചെയ്തത്. ബട്ട് ടി വി എസ് മോട്ടോറിന്റെ കേസിൽ ഒരു അല്പം കൂടെ മൂവ്മെന്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ബട്ട് ഈവൻ ദെൻ ഇതൊരു ലോ റിസ്ക് എൻട്രി അവസരമാണെന്ന് ഞാൻ പറയത്തില്ല. അതോടൊപ്പം തന്നെ ഔട്ട് പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുള്ള ഓഹരികൾ വേറെയും ഉണ്ട്. അതിലേക്ക് വരുന്നതിന് മുൻപ് അണ്ടർ പെർഫോമൻസ് നടത്തിയിട്ടുള്ള 1-2 ഓഹരികൾ കൂടി മെൻഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. അതിൽ ലാർജ് ക്യാപ് സ്പേസിലെ ഓഹരികളെ കുറിച്ചാണ് പറയുന്നത്. UPLനെ സംബന്ധിച്ച് കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ട് 36% ഒരു നെഗറ്റീവ് റിട്ടേൺ ആണ് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ലാർജ് ക്യാപ് സ്റ്റോക്കിൽ അല്ലെങ്കിൽ ലാർജ് ക്യാപ് സ്റ്റോക്കുകളുടെ ലിസ്റ്റിൽ എനിക്ക് തോന്നുന്നു UPL ഒക്കെ തന്നെ ഒരു അണ്ടർ പെർഫോമൻസിൽ ഏറ്റവും അധികം മുൻപന്തിയിലേക്ക് എത്തിപ്പെട്ടിട്ടുള്ള ഓഹരികളാണ്. UPLനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി UPLന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ ഒരു സമയത്ത് നമുക്ക് ആ ഒരു ബെയറിഷ് ട്രെൻഡ് റിവേഴ്സ് ചെയ്യുമെന്ന് നമുക്ക് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. അണ്ടർടോൺ കണ്ടിന്യൂസ് ടു ബി ബെയറിഷ്. അറ്റ് ദിസ് സ്റ്റേജ് പുതിയ ലോങ് പൊസിഷൻസ് ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹിന്ദുസ്ഥാൻ യൂണിലിവറും സെയിം ഒരു കേസ് തന്നെയാണ്. ഹിന്ദുസ്ഥാൻ യൂണിലിവറിനെ സംബന്ധിച്ച് ഇയർ ടിൽ ഡേറ്റ് നോക്കുന്ന സമയത്തും 15% ഒരു ഇടിവിലേക്ക് പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. കഴിഞ്ഞൊരു 1 ഇയർ ആയിട്ടും 11% നെഗറ്റീവ് റിട്ടേൺ ആണ് നിക്ഷേപകർക്ക് നൽകിയിരിക്കുന്നതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഹിന്ദുസ്ഥാൻ യൂണിലിവർ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കുന്ന ഒരു സ്റ്റാൻസ് എന്താണ്? ഹിന്ദുസ്ഥാൻ യൂണിലിവർ കൈവശം ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ നിലനിർത്തുക. കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിലായി സ്റ്റോക്ക് 2230 രൂപയ്ക്ക് അടുത്തൊരു ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ആ ഒരു ബോട്ടം നിലനിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. സ്റ്റോക്ക് മുന്നേറുന്ന സമയത്ത് there's going to be a short covering because സ്റ്റോക്ക് വളരെ ഹൈലി ഓവർ സോൾഡ് റീഡിംഗ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഈ സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു 2 റെസിസ്റ്റൻസ് ലെവൽ. ആദ്യത്തെ 2325 രൂപയും അത് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ 2400 രൂപയിലും ആയിരിക്കും റെസിസ്റ്റൻസസ്. സോ നമ്മൾ ഇന്നത്തെ ട്രേഡിംഗ് അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഇസ് അഗൻസ്റ്റ് ദ ട്രെൻഡ് ഓപ്പർച്യൂണിറ്റി. സോ ഇതിൽ റിസ്ക് അല്പം അധികമായിരിക്കും. ബട്ട് ഈ കമ്പനിയുടെ ബിസിനസ് മാനേജ്മെന്റ് ക്രെഡൻഷ്യൽസ് ഇതൊക്കെ നോക്കുമ്പോഴേക്കും ഐ തിങ്ക് ഇറ്റ് ഇസ് എ റിസ്ക് വർത്ത് കൺസിഡറിങ്. അതോടൊപ്പം തന്നെ നമുക്ക് പവർ ഡിമാൻഡിലൊക്കെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വർധനവ് ഉണ്ടായതൊക്കെ തന്നെ കോൾ ഇന്ത്യയൊക്കെ സംബന്ധിച്ച് വളരെയധികം ഒരു ശക്തമായിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യ വളരെയധികം ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുള്ള ഒരു സ്റ്റോക്ക് ആയിരുന്നു കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷത്തിൽ. അതിന്റെ ഒരു റിട്ടേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100%, ഒരു മൾട്ടി ബാഗറായിട്ട് വരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. 103% റിട്ടേൺ ആണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞൊരു സെഷനിലും കോൾ ഇന്ത്യ വളരെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. 1%-ലധികം നേട്ടത്തിൽ 434 രൂപയിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? കോൾ ഇന്ത്യയുടെ ലോങ് ടേം ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ടു സൈഡ് വേസ് ആയിട്ട് കാണുന്നത്. ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ തീർച്ചയായിട്ടും കോൾ ഇന്ത്യ നമ്മുടെ ഒരു റഡാറിലോട്ട് കൊണ്ടുവരാൻ സാധിക്കും. കോൾ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് റെസിസ്റ്റൻസ് കാണുന്നത് 442 രൂപ. 442 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് 20-25 റുപ്പീസിന് നേട്ടം ഓൾമോസ്റ്റ് ഇമീഡിയറ്റ്ലി എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം ഫേസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് 460-465 റേഞ്ചിലായിരിക്കും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ അടുത്ത മേജർ റെസിസ്റ്റൻസ് 480 രൂപയിലും ആയിരിക്കും. അതോടൊപ്പം തന്നെ NBFC സ്പേസിൽ നിന്നും ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ചും വളരെ ഒരു മികച്ച പെർഫോമൻസ് കഴിഞ്ഞൊരു വർഷം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ഒരു 87% റിട്ടേൺ ആയിരുന്നു നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞൊരു 1 മന്തിൽ ഓൾമോസ്റ്റ് ഒരു 4% നെഗറ്റീവ് റിട്ടേൺ ആണ് ശ്രീറാം ഫിനാൻസ് നൽകിക്കൊണ്ടിരിക്കുന്നതെന്ന് കാണാം. കഴിഞ്ഞൊരു സെഷനിലും 1%-ലധികം ഒരു ഇടിവോടുകൂടി 2359 രൂപയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ശ്രീറാം ഫിനാൻസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ശ്രീറാം ഫിനാൻസിന്റെ ലോങ് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി വെരി ബുള്ളിഷ്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 മാസങ്ങളായിട്ട് ശ്രീറാം ഫിനാൻസ് 2200-2550 ഈ ഒരു ട്രേഡിംഗ് റേഞ്ചിൽ പെട്ടുപോയിട്ടുണ്ട്. സോ ദ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് സൈഡ് വേസ്. സ്റ്റോക്കിൽ തിരിച്ച് നമുക്ക് ശക്തമായിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് കാണണമെങ്കിൽ 2450 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം.
ഏതായാലും പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. പക്ഷെ അതിന് മുൻപ് സാർ ഇന്നത്തെ ഒരു ട്രേഡിംഗ് സെഷനിൽ ഏതെങ്കിലും സ്റ്റോക്കുകൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടോ? നിരവധി സ്റ്റോക്സിൽ നമുക്ക് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. മേജർ സ്റ്റോക്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോട്ടക് ബാങ്ക് ഡെഫിനറ്റ്ലി നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നൽകുന്നുണ്ട്. HDFC ബാങ്കിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് കാണാൻ സാധിക്കുന്നുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നത് LIC ഓഫ് ഇന്ത്യ അതിന്റെ ഒരു കറക്ഷന്റെ അവസാനത്തെ ഒരു സ്റ്റേജിലോട്ട് എത്തിയിട്ടുണ്ട്. 930 രൂപയായിരിക്കണം നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ. സ്മോൾ ക്യാപ്പ് ബാങ്കിങ് PSU ബാങ്കിങ് സ്റ്റോക്സിലോട്ട് നോക്കുമ്പോഴേക്കും ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലെ നല്ലൊരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നീട് ഒരു ടേൺ അറൗണ്ട് സ്റ്റോറി ആയിട്ട് ഞാനിപ്പോൾ നോക്കി ശ്രദ്ധിച്ചിരിക്കുന്ന 2 സ്റ്റോക്സ്, ഒന്ന് മെഡ് പ്ലസ് ഹെൽത്തും രണ്ടാമത്തത് നവീൻ ഫ്ലൂറോ. ഈ 2 സ്റ്റോക്സിലും കനത്ത സെല്ലിങ്ങിന് ശേഷം നമുക്കിപ്പോൾ ഒരു തിരിച്ചൊരു ബൈങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത കാലത്ത് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു RHI മാഗ്നറ്റിസ. RHI മാഗ്നറ്റിസ എന്ന് പറയുന്ന സ്റ്റോക്കിൽ 565 രൂപയിലാണ് ഞാൻ റെസിസ്റ്റൻസ് കാണുന്നത്. മൈ എക്സ്പെക്ടേഷൻ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ആൻഡ് അവസാനമായിട്ട് ഒരു ഹൈ വാല്യൂ സ്റ്റോക്ക് ടാറ്റ ഇലക്സി. ടാറ്റ ഇലക്സിയുടെ ഞാൻ വിചാരിക്കുന്നത് വി ആർ ഇൻ ദ ലാസ്റ്റ് ഫേസ് ഓഫ് ദ കറക്ഷൻ. ഏതായാലും പ്രേക്ഷകരെ ക്വരീസും കൂടി അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ മധു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്നത് ജുബിലിയൻ ഫുഡ് വർക്ക്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 447 രൂപയിലായിരുന്നു ക്ലോസ് ചെയ്തത്. സോ ജുബിലന്റ് ഫുഡ് വർക്ക്സിന്റെ ലോങ് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ബെയറിഷ് ആയി തന്നെ തുടരുന്നു. ബട്ട് ഇൻ ദ ലാസ്റ്റ് 2-3 ഡേയ്സ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു നേരിയൊരു റിക്കവറി, നേരിയൊരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്തൊരു 2 ആഴ്ചക്കിടെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമുക്ക് ആദ്യത്തെ ഒരു കൺഫർമേഷൻ ലഭിക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 462 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 462ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ഷോർട്ട് ടേം ബുള്ളിഷായി മാറും. ബട്ട് അതിനുശേഷം ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു മേജർ റെസിസ്റ്റൻസ് 480 ആയിരിക്കും. 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 505 രൂപ വരെ നമുക്ക് ഈ സ്റ്റോക്കിൽ മുന്നേറ്റം എക്സ്പെക്ട് ചെയ്യാം. അലൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അദാനി പവറിലെ സാറിന്റെ ഇന്നത്തെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% അടുത്ത ഒരു നേട്ടത്തിൽ 532 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. So Adani Power the long term trend is bullish, but short term trend sideways ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ അഗെയിൻ ഒരു നേരിയൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ ഒരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 560 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബന്ധൻ ബാങ്കിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.5% ഒരു ഇടിവിൽ 180 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ബന്ധൻ ബാങ്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് അറ്റ് ദ മൊമെന്റ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബുള്ളിഷ് ട്രിഗറും കാണാൻ സാധിക്കുന്നില്ല. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ 170 രൂപയായിരിക്കും. 170ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ സ്റ്റോക്കിൽ പിന്നീട് ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്. സ്റ്റോക്കിൽ തിരിച്ചൊരു ബുള്ളിഷ് റിക്കവറി നമുക്ക് കാണുമെങ്കിൽ 190 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സുരേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് REC ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% അടുത്ത നേട്ടത്തിൽ 451 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ RECLന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് കഴിഞ്ഞ ജനുവരി മാസത്തിൽ ഒരു ഓൾ ടൈം ഹൈ എത്തിയതിനു ശേഷം ഒരു കറക്ഷൻ നടക്കുന്നുണ്ട്. ആൻഡ് ദ ഷോർട്ട് ടേം ട്രെൻഡ് ഹസ് ടേൺ സൈഡ് വേസ്. സ്റ്റോക്കിൽ നമുക്ക് ഈ ആഴ്ച തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 475 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം ജോസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.1% ഇടിവിൽ 871 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. ഈ ആഴ്ച തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ശ്രദ്ധിച്ചിരിക്കാം. 900 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 900 റുപ്പീസിന്റെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്കിന് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്റ്റോക്കിൽ പുതിയൊരു ഓൾ ടൈം ഹൈ എക്സ്പെക്ട് ചെയ്യാം.
മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഗുജറാത്ത് ആൽക്കലൈസ് ആൻഡ് കെമിക്കൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.76% ഒരു ഇടിവ് രേഖപ്പെടുത്തി 670 രൂപ 70 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. അൺഫോർച്ചുനേറ്റ്ലി ഗുജറാത്ത് ആൽക്കലിയുടെ കേസിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സപ്പോർട്ടും കാണാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്കിലെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. ഭാവന എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് സൂര്യ റോഷ്നി ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% നേട്ടത്തിൽ 506 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ സൂര്യ റോഷ്നി വന്നിട്ട് ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിലെ ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ നമുക്ക് കാണാവുന്ന ട്രെൻഡ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ബട്ട് സ്റ്റോക്കിന് 480 രൂപയിൽ നല്ലൊരു സപ്പോർട്ട് ഫോം ചെയ്തിട്ടുണ്ട്. സോ വരും സെഷൻസിൽ നമ്മൾ ഈ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 555 560 രൂപ ആ റേഞ്ചിൽ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് ബ്രൈറ്റ്കോം ഗ്രൂപ്പ് ലിമിറ്റഡിന്റെ ഓഹരികളെ കുറിച്ചാണ്. 1.5% അടുത്ത നേട്ടത്തിൽ 13 രൂപയിലാണ് കഴിഞ്ഞ ഒരു സെഷനിൽ ക്ലോസ് ചെയ്തത്. സോ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് നമ്മൾ ഇതേ ഫോറത്തിൽ ഇതിന് മുൻപും സംസാരിച്ചിട്ടുണ്ട്. ബ്രൈറ്റ്കോം എന്ന് പറയുന്ന ഗ്രൂപ്പിന് ഇതിനെ റെഗുലേറ്റേഴ്സ് ഒത്തിരി നടപടികൾ എടുത്തിട്ടുണ്ട്. ആൻഡ് ഈ ഗ്രൂപ്പിന്റെ ഫൈനാൻഷ്യൽസും മാനേജ്മെന്റിനെ കുറിച്ചൊക്കെ ഒത്തിരി നെഗറ്റീവ് ന്യൂസ് നമ്മൾ കേൾക്കാൻ ഇടയായിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. ഇത്തരം സ്റ്റോക്സ് ട്രേഡിംഗ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് അമീർ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് CDSL സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.84% നേട്ടത്തിൽ 1717 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കഴിഞ്ഞ നവംബർ മാസത്തിന് ശേഷം ഒരു ബ്രോഡ് സൈഡ് വേസ് ഫേസിലോട്ട് മാറിയിട്ടുണ്ട്. സ്റ്റോക്കിന്റെ ഏറ്റവും മേജർ സപ്പോർട്ട് ഏരിയ 1600 രൂപയും മേജർ റെസിസ്റ്റൻസ് ആയിട്ട് കാണുന്നത് 2000 രൂപയും. സോ സ്റ്റോക്കിൽ നമുക്ക് തിരിച്ചൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 1770 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് സോന BLW പ്രസിഷൻ ഫോർജിങ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 3% നേട്ടം രേഖപ്പെടുത്തിയിരുന്നു. 702 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോന BLW again is a small cap stock. കാര്യമായിട്ട് ലിക്വിഡിറ്റി ഒന്നും കാണുന്നില്ല. ബട്ട് എങ്കിലും സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യാം. ബട്ട് 960 രൂപയിൽ സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിൽ നമുക്ക് ഇനിയും ഒരു ബുള്ളിഷ് മൊമെന്റം കാണണമെങ്കിൽ 720 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 720 രൂപയുടെ റെസിസ്റ്റൻസ് ഈ ആഴ്ച ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഈ സ്റ്റോക്കിൽ ഓൾമോസ്റ്റ് ഇമ്മീഡിയറ്റ്ലി ഒരു 25 മുതൽ 45 രൂപയുടെ നേട്ടം എക്സ്പെക്ട് ചെയ്യാം. മുഹമ്മദ് ഷമീം എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് RVNL സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% അടുത്ത ഇടിവിൽ 252 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. RVNL, IRCTC, റെയിൽടെൽ, ഇർകോൺ, IRFC മുതലായ എല്ലാ റെയിൽവേ മേജർ സ്റ്റോക്സിലും കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വി ആർ സീയിങ് എ ഗുഡ് കറക്ഷൻ. ഞാൻ വിശ്വസിക്കുന്നത് നമ്മൾ ഈ ഒരു കറക്റ്റീവ് ഫേസിന്റെ ലാസ്റ്റ് ഫേസിലോട്ട് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ RVNLന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ 268 രൂപ. 268 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് ഈ സ്റ്റോക്കിലെ ഷോർട്ട് ടേമിൽ നല്ലൊരു മൂവ്മെന്റ് എക്സ്പെക്ട് ചെയ്യാം. 268ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2 റെസിസ്റ്റൻസ് ലെവൽ ആദ്യത്തെ 300 രൂപയും അതിനെ തുടർന്ന് 320 രൂപയിലും ആയിരിക്കും നമുക്ക് ടാർഗറ്റ്സ് സെറ്റ് ചെയ്യാവുന്നത്. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് തിരുമലൈ കെമിക്കൽസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.8% ഒരു ഇടിവിൽ 233 രൂപ 95 പൈസയിലാണ് ക്ലോസ് ചെയ്തത്. സോ തിരുമലൈ കെമിക്കൽസിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. അറ്റ് ദ മൊമെന്റ് ഇതിൽ ഒരു പുതിയ ബൈങ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് സപ്പോർട്ട് ഏരിയ 217 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യരുത്.
നമുക്കൊരു പുതിയ ബൈ ട്രിഗർ ഈ സ്റ്റോക്കിൽ ലഭിക്കണമെങ്കിൽ 260 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സുനിൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ആസ്റ്റർ DM ഹെൽത്ത് കെയറുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 0.5% നേട്ടത്തിൽ 407 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. ആസ്റ്റർ DM അഗെയിൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ടാണ് വിലയിരുത്തുന്നത്. കാര്യമായിട്ട് ഈ സ്റ്റോക്കിൽ ലിക്വിഡിറ്റി ഒന്നും തന്നെ ഇല്ല. എങ്കിൽ പോലും സ്റ്റോക്കിന്റെ ലോങ് ടേം ട്രെൻഡ് ഇസ് വെരി മച്ച് ബുള്ളിഷ്. ഷോർട്ട് ടേം ട്രെൻഡ് നോക്കുമ്പോഴേക്കും ഫെബ്രുവരി മാസത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയതിനു ശേഷം ഒരു സെല്ലിംഗ് പ്രഷർ നേരിടുന്നുണ്ട്. At the moment, short-term trend is bearish. സ്റ്റോക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ കാണാൻ സാധിക്കുന്നത് 390 രൂപ. സോ ലെറ്റ് us വെയിറ്റ് ഫോർ ദ കറക്ഷൻ ടു ഗെറ്റ് ഓവർ. ശ്യാംദാസ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജിൻഡാൽ സോയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2% നേട്ടത്തിൽ 434 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ ജിൻഡാൽ സോ പൈപ്സിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയി തന്നെ തുടരുന്നുണ്ട്. ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്. സോ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടൊരു സപ്പോർട്ട് ഏരിയ നമുക്ക് കാണാൻ സാധിക്കുന്നത് 378 രൂപ. ഈ ഒരു സപ്പോർട്ട് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ വരും ആഴ്ചകളിൽ നമുക്ക് ഈ സ്റ്റോക്കിൽ റിക്കവറി എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഏതായാലും സാറിനെ ഫ്രീ ആക്കുന്നതിന് മുൻപ് അവസാനമായി ജോൺസൺ എന്ന പ്രേക്ഷകൻ NHPCയിലുള്ള സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തിൽ 89 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. സോ NHPCയിൽ നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്ക് ഫെബ്രുവരി മാസത്തിലായിരുന്നു ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ എത്തിയത്, അറൌണ്ട് 115 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം കഴിഞ്ഞ 4-5 ആഴ്ചകളായിട്ട് ഇറ്റ് ഹസ് ബീൻ അണ്ടർഗോയിങ് എ ഗുഡ് കറക്ഷൻ. സ്റ്റോക്കിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 80 രൂപ. ബട്ട് ഈ ആഴ്ചത്തെ ട്രേഡിംഗിൽ നമുക്കൊരു ബുള്ളിഷ് ട്രിഗർ ലഭിക്കണമെങ്കിൽ 92 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. ഏതായാലും താങ്ക് യു സോ മച്ച് പ്രദീപ് സർ, ഇത്രയും സമയം നമ്മളോടൊപ്പം ചെലവഴിച്ചതിന്. നമുക്ക് സമയ പരിമിതിയുണ്ട്. മാക്സിമം ക്വറീസ് ഒക്കെ തന്നെ അഡ്രസ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഏതായാലും മാർക്കറ്റ് പ്ലസിന്റെ പുതിയൊരു സെഷനുമായിട്ട് നാളെ വീണ്ടും കാണാം. അതുവരേക്കും നന്ദി.